എല്ലാവരും ഏകദേശം ഒരു ക്വസ്റ്റ്യൻ മാർക്കാ ചെവിയുടെ ഷേപ്പിന്. എന്താണ്? ദീനാണോ നോക്കിയിട്ട് കേൾക്കാവൂന്ന്. ദീന് മാറ്റമായത് കേൾക്കരുതെന്നാ. ജന്മന അതിനുള്ള ഷേപ്പേ കൊടുത്തിരിക്കുക. ഈ നാക്കുകൊണ്ട് സംസാരിക്കാനും നിർത്താനുള്ള ഫെസിലിറ്റി ഉണ്ട്. എന്താണ്? ദീനിന് സഹായകമായത് മാത്രമേ സംസാരിക്കാവൂന്നാ. മാറ്റമായതൊന്നും സംസാരിക്കരുത്. അതുകൊണ്ട് പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും അത് ക്ലോസ് ചെയ്തിരിക്കുക. കണ്ണുകൊണ്ട് അള്ളാഹിൻ്റെ കുദരത്ത് മാത്രമേ കാണാവൂ. അള്ളാഹിനെ സ്മരിക്കുന്ന കാര്യങ്ങളിലേക്കേ നോക്കാവൂ. എല്ലാത്തിനും അടക്കാൻ വേണ്ടി കൺപോളയും തന്നിരിക്കുക. ഈ കാലുകൊണ്ട് മുന്നോട്ട് നടക്കാൻ, കാല് പിൻവലിക്കാം. അതാ 2 ജോയിൻ്റാക്കി സൃഷ്ടിച്ച് തന്നിരിക്കുക. കൈ നീട്ടം ചെയ്യാൻ, കൈ വലിക്കുകയും ചെയ്യാം. എന്തിനാ? ചെയ്യേണ്ടത് ചെയ്യാൻ പാടില്ല, കൈ പിൻവലിക്കാൻ വേണ്ടി. 99% നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീൻ ശ്രദ്ധിക്കാൻ മാത്രം. 99% അല്ല, ദീനും കൂടി വേണം എന്നല്ല, വെറും ദീനിന് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടവർ. അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രായപൂർത്തിയെത്തി അന്ന് മുതലുള്ള ജീവിതത്തിൽ നിന്ന് 1 സെക്കൻഡ്, 60 സെക്കൻഡാണ് 1 മിനിറ്റ്. അങ്ങനത്തെ 1 സെക്കൻഡ് നമ്മൾ വേറെ ഏതെങ്കിലും ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ, ശിക്ഷിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ദുഃഖം അനുഭവിക്കേണ്ടി വരും. നഷ്ടം കാണുമ്പോൾ വെറും 1 സെക്കൻഡ്, ഒറ്റ സെക്കൻഡ്. അവൻ 60 സെക്കൻഡ് 1 മിനിറ്റ്, അങ്ങനത്തെ 1 സെക്കൻഡെങ്കിലും ജീവിതത്തിൽ നിന്ന് ദീന് സഹായകമാവാത്ത നിലയിൽ ഉപയോഗപ്പെടുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ദീനാണ്. അള്ളാഹ് ഇഷ്ടപ്പെട്ട ആളെ മരിച്ചത്, എന്നാലും ആ 1 സെക്കൻഡ് വെൽ ഖേദിക്കേണ്ടി വരിക തന്നെ ചെയ്യും ആ മനുഷ്യൻ. ഉദാഹരണം സഹാബി എന്ന് വെച്ചോ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് വെച്ചോ. അഥവാ മഹാൻ ജീവിതത്തിൽ നിന്ന് 1 സെക്കൻഡ് എപ്പോഴും പാഴായിട്ടുണ്ടെങ്കിൽ ഖേദിക്കേണ്ടി വരും. കാരണം അത് നൽകിയിരിക്കും സെക്കൻഡ് അതിനുള്ളതാ. ദീനിനൊരു മസലയുണ്ട് ശരീഅത്തിൽ, ഒളുവിനെ സംബന്ധിച്ച നിയമ. ഒരു നദിയിൽ നിന്ന് ഒളു കൊടുക്കുകയാണ്. നദി വെള്ളപ്പൊക്കം കൊണ്ട് കര കവിഞ്ഞ് ഒഴുകുന്നുണ്ട്. ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇങ്ങനെ പാഴായി പോകുന്നുണ്ട്. അത്രയും ഒരുപാട് വെള്ളം ഒഴുകി പോകുന്നുണ്ട്. അതിൽ നിന്നാണ് ഇയാൾ ഒളു ചെയ്യുന്നത്. എന്നാൽ പോലും മുഖം കഴുകുമ്പോൾ 4 പ്രാവശ്യം കഴുകാൻ പാടില്ലെന്നാണ്. 3 പ്രാവശ്യമേ കഴുകാൻ പാടുള്ളൂ എന്നാണ് ശരീഅത്തിൻ്റെ നിയമം. തിരിച്ചൊക്കെ എന്താ 1 പ്രാവശ്യം കഴുകിയാൽ കുഴപ്പം? ഒത്തിരി വെള്ളം ഏതായാലും പോകും. ഇന്ന് മുഖം കഴുകിയപ്പോൾ എന്താ കുഴപ്പം? അല്ലെങ്കിൽ തന്നെ വിളിച്ചങ്ങ് പോകുന്ന വെള്ളമല്ലേ. 2 കാരണമാണ് ഉലമാക്കളിൽ നിന്ന് വിശദീകരണമായിട്ട് പറയുന്നത്. ഒന്ന്, 4ാമത്തെ പ്രാവശ്യം കഴുകി ശീലിച്ചാൽ അയാൾക്ക് ഇസ്രാഫിൻ്റെ സ്വഭാവം ഉണ്ടാവും, പാഴ്ചെലവിൻ്റെ സ്വഭാവം അയാൾക്കുണ്ടാവും. അത് അയാൾക്ക് നല്ലതല്ല, അതുകൊണ്ടത് പാടില്ല എന്ന്. 2ാമത്തെ കാരണം പറയുന്നത് 3 പ്രാവശ്യം കഴുകൽ സുന്നത്താണ്, അതിന് പ്രതിഫലമുണ്ട്. 4ാം പ്രാവശ്യം കഴുകലിന് സുന്നത്തില്ല, അതുകൊണ്ട് അതിന് പ്രതിഫലം കിട്ടൂല. ആ 4ാമത്തെ കഴുകലിന് പകരമായി 4ാമത്തെ പ്രാവശ്യം കൂടി കഴുകാൻ വേണ്ടി 3-4 സെക്കൻഡ് അയാൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പം അത്രയും സെക്കൻഡ് പാഴാക്കാൻ ഇസ്ലാമിൽ അനുവാദമില്ല എന്ന് അർത്ഥം. അതാ തടയപ്പെട്ടതെന്ന്. അത്രയും കണിശം സമയത്തെ സംബന്ധിച്ച്. എന്തിനാ ഇത് തന്നിരിക്കുന്ന അല്ലാഹ് അങ്ങനത്തെ ഒരു ദീന്? ഈ ദുനിയാവിലെ കുറച്ച് സമയവും മരണം വരെയുള്ളൂ ചാൻസ്. ലാസ്റ്റ് ദീൻ മരിക്കുമ്പോൾ. അതെന്താണ്? മരിക്കുമ്പോൾ ദീനുണ്ട്, ജനിക്കുമ്പോഴും ദീനുണ്ട്. ജനിക്കുമ്പോൾ എന്താ ദീന്? ജീവിച്ചിരിക്കുന്നവർക്ക്, നേരത്തെ വന്നവർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം. ആ കുഞ്ഞിന് ബാങ്ക് ഇഖാമത്തും കേൾപ്പിക്കുക, എന്താ ജനിക്കുമ്പോഴത്തെ ദീൻ. മരിക്കുമ്പോഴത്തെ ദീൻ എന്താണ്? സ്വന്തമായി കലിമ ചൊല്ലി മരിക്കുക. അപ്പോൾ വേറെ ആൾ ചൊല്ലിയാൽ മതിയാവൂല. ബാങ്ക് മറ്റുള്ളവർ കൊടുത്താൽ മതിയാവും. വന്ന സമയത്ത്, പോകുന്ന സമയത്ത് കലിമ ചൊല്ലി മരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് മരിക്കണം. അതോടുകൂടി നമ്മുടെ ജോലി തീർന്നു. ഇതാ മനുഷ്യൻ്റെ ഉത്തരവാദിത്തം. അതിൽ ആ ജീവിതത്തിൽ ഏകദേശം ഒരു ശരാശരി ഒരു 30% 20% ഉറക്കാം. വലിയ പണിയൊന്നുമില്ല, ഉറങ്ങിക്കൊടുത്താൽ മതി, ബോധമില്ല. ബാക്കി ഒരു 60-70% ഉണർന്നിരിക്കുന്നത്. അത്രേ ഉള്ളൂ തന്നെയാണ് ജീവിതം. ഇതിലും കുറേ സമയം അള്ളാഹ് അനുവദിച്ചിരിക്കുക ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി. ഭക്ഷണം കഴിക്കാൻ, ആ ഭക്ഷണം സമ്പാദിക്കാൻ, കുളിക്കാൻ, ഇതൊക്കെ സമ്മതിച്ചിരിക്കുക. മാത്രമല്ല അത് എത്ര കരുണയുള്ളവനാ. അഥവാ ഈ ആവശ്യ പൂർത്തീകരണങ്ങളെ നബിതങ്ങളെ പിൻപറ്റിക്കൊണ്ട് ആക്കി തീർത്താൽ അതിൻ്റെ പേരും ഇസ്ലാം എന്നാ. ഉദാഹരണമായിട്ട് മൂത്തൊഴിക്കാൻ പോവാ, അല്ലെങ്കിൽ കക്കൂസി പോവാ. ഇതിനെയും ദീനാക്കി മാറ്റാം, സൽക്കർമ്മമാക്കി മാറ്റാം. എന്ത് ചെയ്താൽ മതി? നബിതങ്ങളെ പിൻപറ്റിയാൽ മതി. ചെരുപ്പ് ധരിച്ച് ഇടതുകാല് വെച്ച് കയറണം,
അവിടെ സൂക്ഷിക്കേണ്ട കാര്യങ്ങളൊക്കെ സൂക്ഷിക്കണം. തല മറക്കണം, അവിടുന്ന് സംസാരിക്കരുത്, സലാം പറയരുത്, മടക്കരുത്. വൃത്തിയായി ശരിക്കും വൃത്തിയാക്കി പുറത്തിറങ്ങണം. ഇറങ്ങുമ്പോൾ വലത് കാലം വെച്ച് ഇറങ്ങണം. കയറുമ്പോൾ ഇറങ്ങുമ്പോൾ ദുആക്കൾ പറയണം. എന്തായി? മൂത്രമൊഴിക്കലും ടോയ്ലറ്റ് പോക്കും സൽക്കരണമായിട്ട് മാറി. ഉറങ്ങാൻ സമയത്ത് ഒളു കൊടുക്കണം. ഉറങ്ങുന്നതിന് മുമ്പേ മിസ്വാക്ക് ചെയ്ത് സൂറത്തുൽ ഫാത്തിഹ, ആയത്തുൽ കുർസി, കുൽ യാൽ കാഫിറൂന, ഖുൽ ഹുവല്ലാഹു റബ്ബിൽ ഫലഖ് റബ്ബിൻ നാസ് സൂറത്തുകളൊന്നും ഓതണം. കയ്യിലൂത് ഏന്ന് തടവുക. 33 പ്രാവശ്യം അൽഹംദുലില്ലാ, 33 അല്ലാഹു അക്ബർ, 33 സുബ്ഹാനല്ലാഹ്, 33 അൽഹംദുലില്ലാ, 34 അല്ലാഹു അക്ബർ പറയണം. അല്ലാഹുമ്മ ബിസ്മിക അമൂതു വഅഹ്യാ, ബിസ്മില്ലാ. ഉറങ്ങാൻ തുടങ്ങാം. എഴുന്നേൽക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ. എത്ര മണിക്കൂർ കൊടുക്കുക ഇതെല്ലാം കൂടി ചെയ്യാൻ? 3-4 മിനിറ്റ്, 5 മിനിറ്റ് മാക്സിമം. അത് കൊടുക്കുന്ന അടക്കം 6 മണിക്കൂർ ഉറങ്ങി 6 മണിക്കൂർ 5 മിനിറ്റ് ബാത്തിൻ്റെ കൂലി. അത് സന്ദർഭം അനുസരിച്ച് അള്ളാനെ അനുസരിക്കണം. ബാങ്ക് കൊടുത്താൽ നിസ്കരിക്കണം, റംസാനാൻ നോമ്പ് പിടിക്കണം, ഹറാമാണെങ്കിൽ ഉപേക്ഷിക്കണം, സുന്നത്താണെങ്കിൽ പിൻപറ്റണം. കയ്യിൽ കാശ് വന്നാൽ ആവശ്യത്തിന് ഉപയോഗിക്കണം, എക്സസ് ആവശ്യക്കാർക്ക് കൊടുക്കണം. ജീവിതത്തിൽ ലാളിത്യം സ്വീകരിക്കണം. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ദീൻ, മരണം വരെ മാത്രം. ശേഷമോ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയാണ് അസൽ ജീവിതം. മരണശേഷം മാഷാ അല്ലാഹ് നിയന്ത്രണങ്ങളില്ലാത്ത ജീവിതം, 100% സ്വാതന്ത്ര്യമുള്ള ജീവിതം, ക്ഷീണം വരാത്ത ജീവിതം, ദുഃഖത്തിന് പ്രവേശനമില്ലാത്ത ജീവിതം, അപകടം സംഭവിക്കാത്ത ജീവിതം, വാർദ്ധക്യം ഹറാമായ ജീവിതം, മരണവും ഹറാമായ ജീവിതം, സ്വർഗീയ ജീവിതം. അവിടെ എന്തേ ഉള്ളൂ ആകെ കൂടി പണി? 2 ജോലിയാണെന്ന സ്വർഗവാസിക്ക് പ്രധാനമായിട്ട്. ഒന്ന് ആഗ്രഹിക്കുക, ഒരു പണി. രണ്ടാമത്തെ പണി എന്താ? പരിശ്രമിക്കാതെ ആ ആഗ്രഹം പൂർത്തിയാക്കി ആസ്വദിക്കുക. അത് കഴിഞ്ഞാലോ വീണ്ടും ആഗ്രഹിക്കുക, വീണ്ടും ആ ആഗ്രഹത്തെയും പരിശ്രമിക്കാതെ ആഗ്രഹം പൂർത്തിയാക്കി ആസ്വദിക്കുക. പിന്നെ ഇതേ പണി തുടരുക. എത്ര വർഷം? ഖാലിദീന ഫീഹാ അബദ. ആരൊക്കെ തയ്യാണെന്ന് കൈപോക്കിയ ഇൻഷാ അല്ലാഹ്? ഇപ്പം എന്തിനായി പോക്കിയത്? പറഞ്ഞോളി. സ്വർഗത്തിൽ കയറി ആസ്വദിക്കാനല്ലേ? അതിന് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഒരു തെറ്റുമില്ല കൈ പൊക്കിയത്. നമ്മെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന അതിനു വേണ്ടി മാത്രം. ആരും തെറ്റിദ്ധരിക്കേണ്ട നരകത്തിൽ കിടന്ന് കത്താൻ വേണ്ടിയിട്ടാണെന്ന് അല്ല. ഒരു മനുഷ്യനെയും അല്ലാഹ് നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിട്ടില്ല. മനുഷ്യവർഗത്തെ അല്ലാഹ് ക്ഷണിച്ചിരിക്കുന്നത് വല്ലാഹു യദൂ ഇലാ ദാരിസ്സലാം. ഈ ദാവത്ത്, സലാമത്തിൻ്റെ ഭവനമായ സ്വർഗത്തിലേക്കുള്ള ക്ഷണം എല്ലാ മനുഷ്യർക്കും. ആയത്തോ ഹദീസോ ഇല്ല കുറച്ച് മനുഷ്യരെ നരകത്തിലേക്കും ക്ഷണിച്ചിട്ടുണ്ടെന്ന്. ഇല്ല, അങ്ങനെ ക്ഷണമില്ല. അല്ലാഹ് ഡയറക്റ്റ് ക്ഷണിച്ചു, വീണ്ടും നബിമാരയച്ചു, ക്ഷണിപ്പിച്ചു, പിന്നെ നമ്മളെ ഏൽപ്പിച്ചു ആ ജോലി. നബി തങ്ങൾക്ക് ശേഷം ക്ഷണിക്കേണ്ട പണി ജനങ്ങളെ ക്ഷണിക്കുക സ്വർഗത്തിലേക്ക്, രക്ഷയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക്, വിജയത്തിലേക്ക്. പക്ഷെ ദുന്യാവിലേക്ക് അയച്ചിരിക്കുന്നത് ആസ്വദിക്കാനല്ല, അനുസരിക്കാനാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഈ സ്ഥലമെന്ന് പറയാൻ, ദുന്യാവെന്ന് പറയുന്നത് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമല്ല, അനുസരിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഇവിടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയില്ല, ഇവിടെ ആവശ്യങ്ങളെ പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ആഗ്രഹങ്ങൾ ജനിക്കുന്ന സ്ഥലമാണ് ദുന്യാവ്, അത് നടക്കുന്ന സ്ഥലമാണ് ആഖിറം. ഇതാണ് ആഖിറം എന്ന സ്ഥലം. ഒരർത്ഥം ആഖിറത്തെ പറയുന്നത് ടോട്ടലി ഡിഫറൻ്റ് എന്ന, തികച്ചും വ്യത്യസ്തമായത് എന്നൊരാശയം ആ വാക്കിനുണ്ടെന്ന് ഉലമാക്കെന്ന് കേട്ടിട്ടുള്ളത്. ശരിയാണ്, അത് ടോട്ടലി ഡിഫറൻ്റ് ആണ്, തികച്ചും വ്യത്യസ്തമാണ്. ഒരു വ്യത്യാസം എന്താ? ആഖിറത്തിൻ്റെ, ആഖിറം നിലനിൽക്കുന്ന ജീവിതമാണ്, ദുന്യാവ് തീർന്നു പോകുന്ന ജീവിതമാണ്. ഒരു വ്യത്യാസം അതാ. രണ്ടാമത്തെ വ്യത്യാസം എന്താണ്? ആഖിറത്തിലെ കലർപ്പില്ലാത്ത ജീവിതം. 2-1, രണ്ടും കൂടിയില്ല. ഒന്നുകിൽ പൂർണ്ണമായ സന്തോഷം, സമാധാനം, രക്ഷ, അല്ലെങ്കിൽ പൂർണ്ണമായ ദുഃഖം, പരാജയം, നാശം. ആദ്യത്തേതിനാണ് സ്വർഗം എന്ന് പറയുന്നത്. അതൊരു ഭാവനയല്ല, ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിൻ്റെ പേരാണ്. ഇനി ഉണ്ടാക്കിയിട്ട് വേണ്ട, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്, ഫുൾ സിംഗിൾ. നരകവും അതുപോലെ നിലനിൽക്കുന്നുണ്ട്.
ദുന്യാവിൻ്റെ പ്രത്യേകത എന്താണ്? മിക്സാണ്. നല്ല വിശക്കുന്ന സമയം ഭക്ഷണം മുന്നിലെത്തി, നല്ല ടേസ്റ്റ് കഴിക്കാൻ ആണോ അല്ലേ? അതാ വിഷമാണോ ഭക്ഷണം കഴിക്കാൻ? നല്ല രസം. 1 പ്ലേറ്റ് 2 പ്ലേറ്റ് കഴിച്ച് 3 പ്ലേറ്റും കഴിച്ച് ഇനി കഴിക്കലോ സ്പീഡ് കുറച്ച് കുറയും, തീറ്റയുടെ സ്പീഡ് കുറച്ച് കുറയും, പതുക്കെ പോകണുള്ളൂ. 4ാമത്തെ പ്ലേറ്റും കഴിച്ച് 5ാമത്തെ പ്ലേറ്റ് നിർബന്ധിച്ചാൽ ദേഷ്യം കയറും. അഥവാ കഴിപ്പിച്ചാലോ ആദ്യത്തെ 4 പ്ലേറ്റും പുറത്തേക്ക് വരും. അങ്ങനെ പരിധി വിട്ട് കഴിഞ്ഞ് ഇനി സന്തോഷിക്കാൻ പറ്റൂല. കുറച്ച് കഴിഞ്ഞപ്പോൾ വയറുവേദന തുടങ്ങി, അർജൻറ്റ് കോള് വന്ന് ടോയ്ലറ്റിൽ പോകണം. അപ്പോൾ ഇയാൾക്ക് ഐസ്ക്രീം കഴിച്ചോളി, ഫ്രൂട്ട് സാലഡ് തരട്ടെ, എന്ത് പറയും? എന്ത് മതി? ഒരു കക്കൂസൊക്കെ പൂട്ടി കിടക്കണം. അപ്പോൾ ഇയാൾക്ക് ഇനി ഇയാളെ സന്തോഷിപ്പിക്കണമെങ്കിൽ പായസം കൊടുത്തിട്ടും കാര്യമില്ല, ഐസ്ക്രീം കൊടുത്തിട്ടും കാര്യമില്ല. ഇയാൾക്ക് വൃത്തിയില്ലാത്ത കക്കൂസം തുറന്നു കൊടുത്തെങ്കിൽ അയാൾ സന്തോഷിക്കത്തുള്ളൂ. അയാൾ പ്രശ്നം ഇപ്പോൾ അതാണ്. അതാ ദുന്യാവിലെ സന്തോഷത്തിൻ്റെ പ്രത്യേകത. വിശപ്പ് എന്ന പ്രശ്നമുണ്ടെങ്കിൽ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റും, വിശപ്പ് എന്ന പ്രശ്നമില്ലെങ്കിൽ ഭക്ഷണം ആസ്വദിക്കാൻ പറ്റൂല. വയറുവേദന, അർജൻറ്റ് കോൾ എന്ന പ്രശ്നമുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷിക്കാൻ പറ്റൂ? കക്കൂസ് കൊണ്ട് സന്തോഷിക്കാൻ പറ്റൂ. ഭക്ഷണം കൊണ്ട് അത്ര കൊണ്ട് സന്തോഷം വരത്തില്ല. അപ്പോൾ ഇയാൾ ടോയ്ലറ്റിലെല്ലാം പോയി ഭാര്യയ്ക്കായി ഫ്രീ ആയി. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോയി പുതിയൊരു വീട്ടിലേക്ക് 5 പുതിയ ക്ലോസറ്റ് തുറന്ന് കാണിച്ചു കൊടുത്ത് കയറിക്കൊള്ളാൻ പറഞ്ഞു. ഇയാൾ കയറുമോ? ഇനി എനിക്ക് വേണ്ട. എന്താണ് ഇപ്പോൾ പ്രശ്നമല്ല അയാൾക്ക്? അതും ഭയങ്കര AC ടോയ്ലറ്റ് കാണിച്ചു കൊടുത്ത് അയാൾ കയറൂല. എന്താണ് ഇപ്പോൾ അയാൾക്ക് പ്രശ്നമില്ല. ഉദാഹരണം പറഞ്ഞതാണ്. ദുനിയാവിലെ എല്ലാ രസങ്ങളും ഡ്യൂപ്ലിക്കേറ്റാണ്, ഒറിജിനൽ അല്ല. ഒരു പ്രശ്നം അത് പരിഹരിക്കുമ്പോൾ ഒരു സന്തോഷം. എന്നാൽ സ്വർഗത്തിൽ പ്രശ്നങ്ങളില്ല, സന്തോഷങ്ങളുണ്ട്. ഇതാ അതിൻ്റെ വ്യത്യാസം. ഞാൻ ടോട്ടലി ഡിഫറെൻ്റ് എന്ന് പറഞ്ഞേ. അവിടെ പ്രശ്നങ്ങളില്ല, വിശപ്പില്ല സ്വർഗത്തിൽ. പക്ഷെ ഭക്ഷണം കഴിക്കാം, എത്ര ദിവസവും കഴിച്ചുകൊണ്ടിരിക്കാം. 1000 5000 വർഷമോ നിർത്താതെ തിന്നുകൊണ്ടിരിക്കാം. ഏത് ടൈപ്പ് ഭക്ഷണമോ നിനക്ക് ഇഷ്ടപ്പെട്ടത്, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ എല്ലാം ഉണ്ട് അവിടെ, എല്ലാം ഉണ്ട്. എല്ലാം ചേർത്തും കഴിക്കാം, ഒറ്റയ്ക്കും കഴിക്കാം, പഴങ്ങൾ കഴിക്കാം. ഇനി പാനീയമോ എത്ര വേണമെങ്കിലും കുടിക്കാം, ദാഹമില്ല. ദുനിയാവിൽ ദാഹമുണ്ടെങ്കിലേ പാനീയത്തിന് രസമുള്ളൂ. എത്ര നല്ല ടേസ്റ്റിലുള്ള ഡ്രിങ്ക്സ് തയ്യാറാക്കിയെങ്കിലും കുറച്ച് കഴിഞ്ഞാൽ മടുക്കും നമുക്ക്. സ്വർഗത്തിൽ അതില്ല. എത്ര ഭക്ഷണം കഴിച്ചാലും വയറ് വീർക്കുകയില്ല, വിസർജ്യ വസ്തുക്കൾ ഉൽപ്പാദിക്കപ്പെടുകയില്ല ശരീരത്തിൽ നിന്ന്. അതുകൊണ്ട് സ്വർഗത്തിനകത്ത് കക്കൂസ് മൂത്രപ്പരയില്ല. എന്താ കാരണം? വിസർജ്യ വസ്തുക്കൾ ശരീരത്തിൽ ഉണ്ടാവുകയില്ല. എത്ര ഭക്ഷണം കഴിച്ചാലും കുറേ കഴിയുമ്പോൾ ഒരു ഏമ്പക്കം വരും, ഡൈജഷൻ കഴിഞ്ഞിട്ടുണ്ടാകും. എത്ര കുടിച്ചാലും കുറേ കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് വേർക്കും, പരിസരത്തൊക്കെ സുഗന്ധം വ്യാപിക്കും, പ്രശ്നം തീർന്ന്. പിന്നെ സ്വർഗത്തിലില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. എന്താണെന്നറിയോ? ഖബർസ്ഥാനില്ല സ്വർഗത്തിൽ, ഹോസ്പിറ്റലില്ല, വേസ്റ്റ് ബക്കറ്റുകളില്ല, മെഡിക്കൽ ഷോപ്പില്ല. എന്താ കാരണം? രോഗമില്ല, അതുകൊണ്ട് മെഡിക്കൽ ഷോപ്പും ഹോസ്പിറ്റലൊന്നുമില്ല. വേസ്റ്റ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയേയില്ല, അതുകൊണ്ട് വേസ്റ്റ് ബക്കറ്റില്ല. ഒരു കോഴി അറുത്ത് തിന്നണമെന്ന് വെച്ചു ഒരു സ്വർഗവാസി, അല്ലെങ്കിൽ വേറൊരു പക്ഷി, അതിനെ ഫ്രൈ ആക്കി തിന്നാൻ ആഗ്രഹം വന്നാൽ ആഗ്രഹിക്കുമ്പോഴേക്കും മുമ്പിലെത്തും ആ പക്ഷി ഫ്രൈ ആക്കിയ കോലത്തിൽ. ഇനി റോസ്റ്റ് ആണെന്ന് ആഗ്രഹിച്ചാലോ റോസ്റ്റ് ആയിട്ടെത്തും മുമ്പിൽ. നമ്മൾ എന്താ ആഗ്രഹിക്കുന്നു ആ കോലത്തിലെത്തും. അത് ഭക്ഷിക്കുന്ന സമയത്ത് തന്നെ എല്ലാം ബാക്കിയാവുമല്ലോ. നമ്മുടെ നാട്ടിൽ അത് വേസ്റ്റ് ആവും. ദുന്യാവിൽ സ്വർഗത്തിൽ എന്താവും? ആ എല്ലും ബാക്കിയൊക്കെ വീണ്ടും ആ പക്ഷിയായിട്ട് അങ്ങ് പറന്നു പോകും. അതാണ് അവിടെ വേസ്റ്റ് ഇല്ലാത്തത്. എന്തുകൊണ്ടാ വെച്ചാൽ സ്വർഗവാസിക്ക് ചിന്ത വന്നു പോകരുത്, ഒരു പക്ഷി തീർന്നു, ഇങ്ങനായി പോയാൽ എത്ര കൊല്ലം ജീവിക്കേണ്ടത്, അവിടെ ഡെയിലി കഴിക്കേണ്ടെന്ന് കരുതുവാൻ. ആ ചിന്ത വരാതിരിക്കാൻ വേണ്ടി ആ തിന്ന പക്ഷീനെ തന്നെ ഉടനെ റീപ്ലേസ് ചെയ്യും. ഇതാ സ്വർഗത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, നിലനിൽപ്പ്. അത് ദുന്യാവിനില്ല. നമ്മുടെ പോക്കറ്റിൽ 1000 നോട്ടുണ്ടെന്ന് വെക്കും, നല്ല ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിച്ച് 200 രൂപ ബില്ല്